ആലപ്പുഴയിലെ പ്രബല കുടുംബ കൂട്ടായ്മയായ സെൻകുഞ്ഞ കുടുംബ സംഗമം വഖഫ് ബോർഡ് ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറായി നിയമിതനായ ഹബീബിനെ ആദരിച്ചു. പി ചിത്തരഞ്ജൻ MLA സംഗമം ഉദ്ഘാടനം ചെയ്തു. ആലപ്പുഴയിലെ പ്രബല കുടുംബ കൂട്ടായ്മയായ സെൻകുഞ്ഞ് കുടുംബ സംഗമം വഖഫ് ബോർഡ് ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറായി നിയമിതനായ ഹബീബിനെ ആദരിച്ചു. ആലപ്പുഴ MLA പി ചിത്തരഞ്ജൻ ഉദ്ഘാടനം ചെയ്ത ചടങ്ങിൽ MO ഖാൻ സാഹിബ് അധ്യക്ഷത വഹിച്ചു. ഇന്ത്യയിൽ വഖഫ് ഭീഷണി നേരിടുന്ന സാഹചര്യത്തിൽ ഹബീബിന്റെ നിയമനം പ്രത്യേകം ശ്രദ്ധയാകർഷിക്കുന്നു എന്നും ഏത് സാഹചര്യങ്ങളെയും നേരിടുവാൻ ഹബീബിനുള്ള കഴിവ് ഈ പദവിയിൽ ശോഭിക്കുവാൻ അദ്ദേഹത്തിന് സഹായകരമാകുമെന്നും MLA അഭിപ്രായപ്പെട്ടു. ലജനത്തുൽ മുഹമ്മദിയ അധ്യക്ഷൻ AM നസീർ, MES ജില്ലാ പ്രസിഡന്റ് AA റസാഖ്, AM ഷംസുദ്ദീൻ, AM അഷ്കർ, AM നൗഫൽ, A മുഹമ്മദ്, E അബ്ദുൾ റഷീദ്, A നൌഷാദ്, K സിറാജ്, AH സിയാദ്, അഗ്നിസ് എന്നിവർ പ്രസംഗിച്ചു. എങ്ങനെയാണല്ലോ നമ്മൾ നിൽക്കുന്നത് അമ്പലപ്പുഴയിലാണെങ്കിലും മണ്ഡലാറപ്പുഴയാണ്. അപ്പൊ അവിടെയുള്ള ചില നമ്മുടെ സുഹൃത്തുക്കൾക്ക് കൊടുക്കാൻ ഈ ഡേ നല്ലതാണെന്നുള്ളത് ഞാൻ അവരോട് ചോദിച്ചു, നല്ലത് കിട്ടുമെന്ന് ചോദിച്ചു. അപ്പോൾ അവിടെ ഒന്നും ഇല്ലൊരു മാർഗം ഞാൻ പറഞ്ഞുതരാം. എനിക്കൊരു മാർഗം പറഞ്ഞു, ഞാൻ ആ മാർഗം വിനിയോഗിച്ചു. ഡേര് കൃത്യമായി വന്ന് കൊടുക്കാൻ ആഗ്രഹിച്ചു. ഇതിന് ഡേരിക്കാതെയല്ല ഞാൻ പറയാൻ ആഗ്രഹിച്ചു. വഖഫ് ബോർഡിന്റെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറായി ഒരു ഹ്രസ്വമായ കാലം മാത്രമാണ് പ്രവർത്തിക്കാനുള്ള അവസരം ലഭ്യമാകുന്നതെങ്കിലും വഖഫ് ഇന്ന് ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചർച്ചാ വിഷയമായി മാറുന്ന ഒരു കാലമാണ്. ഇന്ത്യയിൽ മാത്രമല്ല, ലോകത്താകെ ചർച്ചയാണ്. മറ്റൊരു കാലത്തും ഈ വഖഫിനെ സംബന്ധിച്ചും അതിന്റെ ബിസിനെ സംബന്ധിച്ചും ബോർഡിനെ സംബന്ധിച്ചും ഒന്നും അത്ര വലിയ ധാരണയൊന്നും ഇല്ല. ഇന്നതല്ല, വലിയ ഡിബേറ്റ് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലമാണ്. നമ്മുടെ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം വലിയ ഉത്കണ്ഠയും അതോടൊപ്പം തന്നെ വലിയ ആകാംക്ഷയും നമുക്ക് ഉണ്ടാകുന്ന നിലയിലാണ് പല സംഭവങ്ങളും ഉണ്ടാകുന്നത്. ഇപ്പോൾ പാർലമെന്റിലുള്ള ഭൂരിപക്ഷം ഉപയോഗിച്ചുകൊണ്ട് ഇന്നത്തെ കേന്ദ്ര ഗവൺമെന്റ് അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ബിൽ പാസ്സാക്കി. താൽക്കാലികമായി ഇപ്പൊ സുപ്രീം കോടതി ഒരു സ്റ്റേ കൊടുത്തു എന്നുള്ളത് കൊണ്ട് ഇവിടെ ഖാൻ സാഹിബ് പറഞ്ഞതുപോലെ നൂറ്റാണ്ടുകളുടെ പഴക്കമുള്ള ബാബറി മസ്ജിദ് തകർന്നു കഴിഞ്ഞിട്ട് എല്ലാവരും പകലുപോലെ കണ്ടുകൊണ്ടിരുന്നതാണ് ആരാണ് ചെയ്യുന്നത്, എന്താണ് ചെയ്യുന്നത്. അവസാനം 14 വർഷക്കാലം കഴിഞ്ഞ് വിധി വന്നവരെന്തായി വിധി പോയതെല്ലാം പോയി അല്ലേ. അവിടെ ക്ഷേത്രവും പണിത് അവിടെ ആരാധന നടത്തി എല്ലാം നടത്തി കഴിഞ്ഞു. പകരം നഷ്ടപരിഹാരം എന്തോ കൊടുക്കാമെന്ന് പറഞ്ഞു കാര്യങ്ങൾ തീർത്തു. പക്ഷെ അതിനെ ഒരു സാമൂഹ്യ അന്തരീക്ഷത്തിൽ കലുഷിതമായി കൂടാ എന്നുള്ള കാഴ്ചപ്പാടോടുകൂടി ഉത്തരവാദിത്തമുള്ള എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും തങ്ങളുടെ ഉള്ളിലുള്ള നീരസം അത് മറ്റൊരു രൂപത്തിൽ പ്രകടിപ്പിച്ചിട്ടുണ്ട്.